ഒരു ആഡ് ഫിലിമിന്റെ ലൈഫ് എത്ര നാളാണെന്ന് അറിയോ? നമുക്ക് 3 മാസം കൂടുമ്പോൾ പുതിയ പരസ്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയും, 6 മാസം കൂടുമ്പോൾ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ചെയ്തൊരു പരസ്യം ഇപ്പോഴും ഒരു 7 വർഷം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂരിൻ്റെ പരസ്യം. നമ്മളത് ചെയ്ത സമയം തൊട്ട് ഇപ്പോഴും അവർ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നു. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരസ്യം നല്ല മ്യൂസിക്കും നല്ല സെറ്റിങ്ങും നല്ല കളർഫുള്ളായിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പരസ്യം. അപ്പോൾ അത് എത്ര കണ്ടാലും ബോറടിക്കില്ല. പിന്നെ അത് തിയേറ്ററിൽ ഡോൾബിയിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഫീലാണ്. അപ്പോൾ ആളുകൾക്ക് സിനിമ കാണുന്നതിന് മുമ്പ് പിന്നെ ആ പരസ്യങ്ങൾ കാണുന്നത് ഒരു ആവേശമാണ് ആൾക്കാർക്ക്. ഒരു പരസ്യത്തിൻ്റെ ലൈഫ് ശരിക്കും എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആൻസറാണുള്ളത്. ഒന്ന്, ജനങ്ങൾക്ക് ബോറടിക്കുന്നത് വരെ, പിന്നെ ആ പരസ്യം ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യാതെ വരുന്ന ഒരവസ്ഥ വരെ അത് ഉപയോഗിക്കാം. ഈ ലക്ഷ്മി ജ്വല്ലറിക്ക് വേണ്ടി തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഈ സെയിം ജിങ്കിൾ വെച്ചിട്ട് ഒരു ആഡ് ചെയ്തിരുന്നു. ആ പരസ്യത്തിലാണ് ആദ്യമായിട്ട് തപ്സി പന്നു ഒരു TV ആഡിൽ അഭിനയിക്കുന്നത്. അത് ഞാൻ ബോംബെയിൽ ഉള്ള സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് പരിചയമുള്ളതുകൊണ്ട് തപ്സി പന്നു വന്ന് ബെസ്റ്റ് സ്മൈലോ ബെസ്റ്റ് ഫേസ് അങ്ങനെ എന്തോ ഒരു അവാർഡ് കിട്ടിയിരുന്നു. അപ്പോഴാണ് നമ്മൾ അവർ നോട്ട് ചെയ്യുന്നത്. കാരണം നമ്മളൊരു കേരളീയമായിട്ടുള്ള ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്നൊരു ഫേസ് അവർക്കുണ്ട്. നമ്മളുടെ ഈ ബ്രാൻഡിൽ ലക്ഷ്മി ജ്വല്ലറിക്കും അതുപോലെ ഒരു മെട്രോ സിറ്റിയിലുള്ള ബ്രാൻഡല്ല. അപ്പോൾ ഒരു ഹോംലി ലുക്കുള്ളൊരു മോഡൽ ക്യൂട്ടായിട്ടുള്ള വേണം. അങ്ങനെയാണ് നമ്മൾ തപ്സി പന്നുവിനെ ആ ഫിലിമിലേക്ക് നമ്മുടെ ആഡിലേക്ക് കാസ്റ്റ് ചെയ്തത്. ആ ആഡ് ഭയങ്കരമായിട്ട് തമിഴിലും തെലുങ്കിലുള്ള ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ശ്രദ്ധിച്ചു.